ന്യൂസ് മലയാളം ബ്രേക്കിംഗ് നൗ. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി യുപിയിലെ സമ്പലിൽ 10 മസ്ജിദുകളിൽ അധികൃതർ ടാർപോളിൻ ഉപയോഗിച്ച് മറച്ചു. സമ്പലിൽ സംഘർഷം നടന്ന ഷാഹി ജുമാ മസ്ജിദും മറച്ച പള്ളികളിൽ ഉൾപ്പെടുന്നു. പുണ്യമാസമായ റംദാനിലെ വെള്ളിയാഴ്ചയാണ് ഇക്കുറി ഹോളി. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നടപടിയെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ നമുക്കൊപ്പം ചേരുന്നു. ശരത് ലാൽ, അധികൃതരുടെ വിശദീകരണം എത്ര കണ്ട് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്? പ്രത്യേകിച്ച് ഷാഹി മസ്ജിദിനെതിരായ നടപടി പോലും ഏകപക്ഷീയമായിരുന്നു എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടായ പശ്ചാത്തലം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇതില് ഇത് വളരെ ഒരു പുതിയൊരു നീക്കമാണ് യുപി സർക്കാർ നടത്തിയിരിക്കുന്നത്. സമ്പലിൽ മാത്രമല്ല, ഷാജഹാൻപൂരിൽ ഇപ്പോൾ നമുക്കുമേൽ വിവരിച്ച് ഷാജഹാൻപൂർ അടക്കമുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ പള്ളികളിൽ പൂർണ്ണ ടാർപോളിയും കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഹോളി ഘോഷയാത്ര കടന്നു പോകുന്ന പാതയിലാണ് തങ്ങൾ മറച്ചത്. സംഘർഷം ഒഴിവാക്കാനാണ് ഇത് മറച്ചിരിക്കുന്നത് എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും 70ഓളം പള്ളികൾ ചെറുതും വലുതുമായ 70ഓളം പള്ളികളാണ് ഇപ്പോൾ മറച്ചിരിക്കുന്നതായിട്ട് നമുക്ക് പോലീസ് തന്നെ നൽകുന്ന വിവരം. ഏതായാലും ഹോളി ഘോഷയാത്ര നടക്കുന്നത് 2:30 വരെയാണ്. ഈ 2:30 വരെ ജുമാ മസ്ജിദ് നടക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും യുപി ഭരണകൂടം അനൌദ്യോഗികമായി വെച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ചില പള്ളികൾ ജുമാ മസ്ജിദിന്റെ സമയം 2:30 ശേഷം ക്രമീകരിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാവുന്നു. ഏതായാലും ഹോളി ആഘോഷത്തിന്റെ ഘോഷയാത്ര കടന്നു പോകുന്ന പാതയുടെ ഇരുവശത്തുമുള്ള സമ്പലും ഷാജഹാൻപൂരിലും ഇപ്പോൾ പള്ളികൾ പൂർണ്ണമായിട്ട് ടാർപോളിൻ വെച്ച് മറച്ചിരിക്കുകയാണ്. ഇത് സംഘർഷം ഒഴിവാക്കാനാണ്. ഇതിന് പറയുന്ന പോലീസ് അധികാരികൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ന്യായം എന്ന ഹോളി വർഷത്തിലെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. എന്നാൽ ജുമാ നമസ്കാരം 52 തവണ വർഷത്തിലുണ്ട്, എന്നാൽ 54 തവണ വർഷത്തിലുണ്ട് എന്നതാണ് ഇത് സംബന്ധിച്ച് യുപി ഭരണകൂടം നൽകുന്ന വിശദീകരണം. ഏതായാലും സംഘർഷം ഒഴിവാക്കാനാണെന്ന പേരിലാണ് ഈ മസ്ജിദുകൾ പൂർണ്ണമായി ടാർപോളിൻ ഉപയോഗിച്ച് മറച്ചിരിക്കുന്നത്. ദിനിൽ. ഓക്കെ, ശരത് ലാലാണ് ഡൽഹിയിൽ വിവരങ്ങൾ നൽകിയത്. സംഘർഷം ഒഴിവാക്കാനെന്ന പേരിലാണ് ന്യൂനപക്ഷ മതവിഭാഗത്തിനെതിരായ നടപടി ഇപ്പോൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്.